നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിരോധ നടപടികളുടെ പശ്ചാത്തലത്തിൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഒരു രാജ്യക്കാർക്കും കുവൈറ്റിലേക്ക് പ്രവേശന വിസ അനുവദിക്കുന്നതല്ല എന്ന് കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനുള്ള മന്ത്രിതല സമിതിയുടെ പ്രത്യേക അംഗീകാരമില്ലാതെ തന്നെ കുവൈറ്റിലേക്ക് ഇനി മുതൽ ഒരു രാജ്യക്കാർക്കും എൻട്രി വിസകൾ അനുവദിക്കില്ലെന്ന് ക്യാബിനറ്റ് യോഗാനന്തരം സർക്കാർ വക്താവ് അറിയിക്കുകയുണ്ടായി. കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് സബ അൽ ഖാലിദിന്റെ നേതൃത്വത്തിൽ നടന്ന വീഡിയോ കോൺഫറൻസ് വഴിയുള്ള മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായക തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യത്തെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരോഗ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. കൊറോണ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനുള്ള മിനിസ്റ്റീരിയൽ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് ശേഷമല്ലാതെ ഒരു രാജ്യക്കാർക്കും ഇനി എൻട്രി വിസ നൽകില്ലെന്ന് യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ മേധാവിയും സർക്കാർ വക്താവുമായ താരിഖ് അൽ മെസേരമാണ് അറിയിച്ചത്. അതോടൊപ്പം തന്നെ കുവൈറ്റിൽ 1,20,000 അനധികൃത കുടിയേറ്റക്കാർ തുടരുന്നതായി റിപ്പോർട്ട്. സർക്കാർ പ്രഖ്യാപിച്ച പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്താത്ത 1,20,000 പേർ ഇപ്പോഴും രാജ്യത്ത് അനധികൃതമായി തന്നെ തുടരുകയാണ്. ഇവരെ പിടികൂടി നാടുകടത്താനുള്ള നീക്കത്തിലാണ് സർക്കാർ. പരിശോധനയിൽ പിടിയിലാവുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുന്നതിനും 600 ദിനാറാണ് ഒരാളിൽ നിന്ന് പരമാവധി ഈടാക്കുകയെന്നുമാണ് സൂചന. അതേസമയം ഇവരുടെ യാത്രാ ചിലവ് സ്പോൺസർമാർ വഹിക്കേണ്ടി വരും. കൂടാതെ അവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നുമാണ് റിപ്പോർട്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.